Hi all, magic morning. എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ചാറ്റ് ബോക്സിൽ മാജിക് മോർണിംഗ് എന്നൊക്കെ കമന്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കാം. ഓക്കെ ഓക്കെ അപ്പോ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങള്. ഈ ഒരു ഫ്രഷ് മൈൻഡിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സെഷൻ തന്നെ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, പോസ്റ്ററിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സിന്ധു മാം ആണ്. സിന്ധു മാമിന്റെ ടോപ്പിക് ശ്രദ്ധിച്ചവരുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. സിന്ധു മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്താന്നുള്ളത് പോസ്റ്ററിൽ ശ്രദ്ധിച്ചു വരണമെങ്കിൽ ഇപ്പോ ശ്രദ്ധിച്ചിട്ട് ഓക്കെ താങ്ക് യു. ലേസിനെസ് അല്ലെ? അപ്പം ഇന്നത്തെ ടോപ്പിക് വരുന്നത് ലേസിനെസ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ സെഷൻ അവതരിപ്പിക്കുന്നത്, സെഷൻ എടുക്കുന്നത് സിന്ധു മാം ആണ്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിന്ധു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, സിന്ധു മാം. Hi. Sindhu ma'am, please welcome. Thank you. Hi. Hi ma'am. Okay. ഞാൻ എടുക്കുന്ന വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ലേസിനെസ്, മടി. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കാര്യമാണ് അല്ലേ മടി പറയണത്. എല്ലാ കാര്യത്തിലും നമ്മൾ മടി കാണിക്കും. ആ മടി ഒരുതരം പ്രോക്രാസ്റ്റിനേഷൻ ആണ് അല്ലെ, ഒരു നീട്ടിവെക്കലാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കൂടുമ്പോൾ നമ്മള് ഏത് ചോയ്സാണ് നമുക്ക് വേണ്ടത് അല്ലെ, നമ്മളിങ്ങനെ അതിനിങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മളൊരു ഷോപ്പിലൊക്കെ ചെന്നാൽ നമ്മൾ അവരെ കൊണ്ട് കുറേ വലിച്ചിടിപ്പിക്കും അല്ലെ, ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ചെല്ലുമ്പോ. എന്നിട്ട് ലാസ്റ്റ് ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പോരും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇപ്പൊ വീട്ടില് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമുക്കൊരു നീഡ് ഉണ്ടായിരിക്കണം അല്ലെ, ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരു അലസത അവിടെ നമുക്ക് അനുഭവപ്പെടും അല്ലെ. അത് നമ്മളതിനൊരു മടിയിലേക്കാണ് കൊണ്ടെത്തിക്കുക. ചിലർക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാവും, ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക. അത് ഒരു മടിയുടെ ലക്ഷണമാണ്. പക്ഷെ മടി ഒരു തെറ്റൊന്നല്ല, നമ്മളെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മളെ വല്ലാതെ മുക്കി കളയാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം മടി വന്നാൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ആവശ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മടിയെ മറികടക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ രാവിലെ നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്, അത് നമ്മളൊരു ആവശ്യമാണ് അല്ലെ. അതൊരു ആവശ്യമായിട്ട് എടുത്തത് കൊണ്ടല്ലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അതൊരു ആവശ്യമല്ല തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നും കൂടി ചുരുണ്ടൂടെ അവിടെ കെടുക്കാൻ തോന്നും, അവിടെ കെടുക്കും. അപ്പൊ അതൊരു മടിയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുമ്പോഴും ഞാനത് ചെയ്താൽ തെറ്റായി പോകുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിക്കുമോ. നമുക്ക് ഒരിക്കലും എന്താ പറയാ, പരാജയങ്ങളെ പേടിക്കുന്ന ഒരാൾക്കും വിജയിക്കാൻ സാധിക്കില്ല എന്നതാണ്. അത് ചെയ്താൽ തെറ്റാവുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്നത് ഒരു തരം മടിയാണ്. അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക അല്ലെ. എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒരു തോന്നല്, അത് നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ കുറവായിട്ടാണല്ലേ. അപ്പൊ അവിടെ നമുക്ക് ഒരു മടിയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയാ, ഒരു താല്പര്യമില്ലായ്മ. ആ സ്ഥാനത്ത് നമ്മളെ ഒരാള് പ്രചോദിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഒരു കാര്യങ്ങള് അത് ചെയ്താൽ നമുക്കൊരു എന്താ പറയാ, നമ്മളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് തോന്നും, അത് കൂടുതൽ ചെയ്യാനുള്ള ഇഷ്ടം കൂടും. അവിടെ നമുക്ക് മടി വരുന്നില്ല.
അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു ആവശ്യം ഉണ്ടായിരിക്കണം, നമുക്ക് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ മടിയെ മറികടക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മള് അത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അവിടെ ഒരു തരം പ്രോക്രസ്റ്റിനേഷനാണ് വരുന്നത് അല്ലെ, ഒരു നീട്ടിവെക്കൽ. അപ്പൊ അതൊക്കെ നമ്മളൊരു മടിയുടെ ഭാഗമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, ഒരാൾക്ക് ഒരു 500 കിലോമീറ്റർ ഓടണം എന്ന് വെച്ചോ. ഒറ്റ ട്രിപ്പിന് 500 കിലോമീറ്റർ ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു 100 കിലോമീറ്റർ ഓടുക, അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു 100 കിലോമീറ്റർ ഓടുക. അങ്ങനെയായിട്ട് നമ്മൾ ഓടാൻ മാത്രം നമ്മളെ കൊണ്ട് അത് സാധിക്കുള്ളൂ. പെട്ടെന്ന് 500 കിലോമീറ്റർ നമ്മൾ ഒരേ ഇതിൽ ഓടുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? ഒരു മടി വരും അല്ലെ, ഒരു ക്ഷീണം വരും, അല്ലെങ്കിൽ ഒരു അലസത വരും. അതൊക്കെ ഒരു മടിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒന്നിച്ച് ചെയ്യാതെ ഷോർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടാ. അത് ഞാനൊരു മടി കാരണം, അല്ലെങ്കിൽ ഞാനത് പറയാതെ പോരുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ വേറെ എവിടേക്കെങ്കിലൊക്കെ കൊണ്ടെത്തിക്കുന്നുള്ള ലെവലാണ്. എന്താന്ന് വെച്ചാൽ പറയാം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയി. സെക്കൻഡ് ഷോനാ പോയിട്ടാ, 9:30-ക്കുള്ള പടം. അങ്ങനെ പടത്തിന് പോകുമ്പോ ഇവിടെ പെട്ടെന്ന് ഞാൻ ഷോപ്പ് പൂട്ടി വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ നല്ല വിശപ്പും ഉണ്ട്. അപ്പൊ കുറച്ച് ഭക്ഷണം ഞങ്ങൾ എല്ലാരും കൂടി, ഞാൻ തന്നെ ഉരുളൊട്ടി മക്കളൊക്കെ വായിൽ വെച്ചെടുക്കുന്നുണ്ട്. എന്റെ മകളും ഒരു മരുമകളും മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾക്ക് രണ്ടർക്കും ഞാൻ വെച്ചെടുക്കുന്നു, ഞാനും കഴിക്കുന്നു. എങ്ങനെയൊക്കെ ഒരു 3-4 ഉരുള തിന്നിട്ട് ഞങ്ങൾ ഓടി സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് കയറുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കയറിയിരുന്നത്. അവിടുന്ന് ഒരു ഇന്റർവെൽ ആയ സമയത്ത് മോൻ ചോദിച്ചു, അമ്മ ഐസ്ക്രീം മേടിച്ചു കൊടുന്നാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐസ്ക്രീം മേടിച്ചിട്ട് പോയോ. അപ്പൊ പോയിട്ട് ഈ കോൺ ഐസ്ക്രീം പോലത്തെ സംഭവം ആണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പൊ എന്റെ മൂത്ത മരുമകൾ പറഞ്ഞ ഇതൊക്കെ തിന്ന് നല്ല എക്സ്പീരിയൻസ് ആയി, ഓരോന്നിന്റെ ടേസ്റ്റ് ഭയങ്കര ഇതാണ്. അപ്പൊ ഇവളിത് കഴിച്ചു നോക്കി. അപ്പൊ ആദ്യം ഒരു മാംഗോ ജ്യൂസ് വാങ്ങിയപ്പോ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുന്ന സമയത്ത് അത് ശരിയല്ല, അത് മോനെ തിരിച്ചു കൊണ്ടുകൊടുത്തിട്ട് സാധാ വെള്ളം വാങ്ങിയിട്ട് പോകുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ ഐസ്ക്രീമിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും അവള് നോക്കാൻ പറഞ്ഞു. അപ്പൊ അവളത് നോക്കിയ സമയത്ത് ഏപ്രിൽ മാസത്തില് പാക്ക് ചെയ്തുള്ള സംഭവമാണ്. അപ്പൊ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അത് കഴിക്കണ്ട, അത് കവറിൽ തന്നെ വെച്ച്, ഒരു കവറിനകത്താക്കിയാണ് വെച്ച്. സിനിമയൊക്കെ കഴിഞ്ഞ് പോരുന്ന നേരത്ത് അപ്പൊ ഈ സംഭവത്തിന് 150 രൂപയുടെ റേറ്റ്, 3 എണ്ണം വാങ്ങിച്ചത്. കഴിഞ്ഞ് പോരുമ്പോ ഞാൻ പറഞ്ഞു ആ സാധനം ഇങ്ങോട്ട് എടുത്തോന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കടക്കാരനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. തൊട്ട് സിനിമ ടാക്കീസിനോട് ചേർന്നുള്ള അവിടെ തന്നെ. അതിന് ആ കടക്കാരനെ പോയിട്ട് ഒരാൾ വിളിച്ചു തുടർന്നു. ഞാൻ അയാളെ ഒരുപാട് വഴക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സാധനങ്ങള് വേറെ സ്ഥലത്ത് നിന്ന് അതുപോലെ അവിടേക്ക് കൊണ്ടുപോയി, അയാൾ ഉണ്ടാക്കുന്നതാവില്ല. അപ്പൊ ഇത് നിങ്ങൾ വാങ്ങി ഇവിടെ വെക്കുമ്പോ എക്സ്പയറി ഡേറ്റ് നോക്കണം നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചാൽ. ഇത് ഏപ്രിൽ മാസത്തിൽ പാക്ക് ചെയ്ത സാധനമാണ്. ഇത് എങ്ങനെ ഞങ്ങൾ കഴിക്കും? ഇത് സാധാരണ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടല്ലേ ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം ആരോഗ്യ വകുപ്പിനെ അറിയിക്കാൻ പോവുകയാണ്. ഞാൻ ഈ സാധനം പരിശോധനയ്ക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞത്. ഞാൻ അവിടെ നിന്നിട്ട് ഒരുപാട് ചൂടായപ്പോ എന്റെ മരുമകൾ കുറെ പറയുന്നുണ്ട്, അമ്മ മതി മിണ്ടരുത് എന്ന് പറഞ്ഞു. അടി കിട്ടില്ല, മിണ്ടി പോയിരുന്നു. ഇത് എന്റെ അവസരമാണ്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറയട്ടെ അറിഞ്ഞ. അങ്ങനെ അയാളുടെ നല്ല ചൂടായി. അയാൾ ഇത് ഇറക്കുന്ന ആളെ വിളിച്ച് സംസാരിച്ചിട്ട് അയാളെ ഫോൺ എനിക്ക് തന്നു. ഞാൻ അയാളോട് ചോദിച്ചു, ഇത് കുറച്ച് കുട്ടികളെ വാങ്ങി കഴിക്കുന്നത് നിങ്ങൾ എന്തായിരിക്കും ഒരവസ്ഥ? ഫുഡ് ഇൻഫെക്ഷൻ ആയി, മറ്റേതായി, അതായി, ഇതായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് വെറും ഒരു 50 രൂപയുടെ സാധനത്തിന് 1000 രൂപ ഇവിടെ ഇവര് ചെലവാക്കേണ്ടി വരും. അപ്പൊ നിങ്ങള് ഇത് എക്സ്പയറി ഡേറ്റ് നോക്കാതെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ സിനിമ ടാക്കീസിൽ എല്ലാ സാധനങ്ങളും ചെലവാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തുള്ളതെന്ന് വെച്ചാൽ. അതുകൊണ്ട് നിങ്ങളെ പേരിൽ ഞാൻ എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ്. ഇത് ആരോഗ്യത്തിന് അറിയിക്കും ഞങ്ങൾക്ക്. പിന്നെ അയാൾ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. അയാളെ തെറ്റ് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു 1 ഇയർ ഉപയോഗിക്കാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ഐസ്ക്രീം പാക്ക് ചെയ്ത സാധനം 1 ഇയർ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ എന്തെല്ലാം സാധനങ്ങളാവും ചേർത്തിട്ടുണ്ടായിരിക്കും? കേട് വരാതെ അത്രയും ഒരു കൊല്ലമൊക്കെ ഇരിക്കണമെങ്കിൽ. അപ്പൊ ആ പീഡിയക്കാരൻ ലാസ്റ്റ് ആ സിനിമ ടാക്കീസിന്റെ ആള് ഒക്കെ വന്നിട്ട് എന്റെ മരുമകളോട് പറയാം, മോളെ ഞങ്ങൾ തൈക്കാട്ടുള്ളവരല്ലേ, അമ്മോട് ഒന്ന് പറയും ഇത് പ്രശ്നമാക്കരുത്, ഇതിന്റെ സിനിമ ടാക്കീസിനെ ബാധിക്കില്ലേ, മോളതൊന്ന് പറയുന്ന പറഞ്ഞു. അപ്പോഴാണ് ഇവളി വന്നിട്ട് ഇന്നെങ്ങനെ വല്ലാതെ പ്രഷർ ചെയ്യണത്, അമ്മ മിണ്ടല്ലേ അമ്മ പറഞ്ഞിട്ട്.
ഇത് ഞാൻ അറിയണില്ല കേട്ടോ. അവളിത് പറയുമ്പോ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും, ഞാനിത് പറയട്ടെ പറയുന്നുണ്ട്. അപ്പൊ ഇയാളെ ഈ എന്താ പറയാ, അയാൾ ആ ബാക്ക് എന്നുള്ള ഇതുകൊണ്ടാണ് അവള് വന്നിട്ട് ഈ പറയണത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്തായാലും ഇനി മേലെ അത് ആവർത്തിക്കരുത്, ഒരു വാണി, ഇനി മേലെ അത് ആവർത്തിക്കരുത്, ഇതിന് ക്യാഷ് എത്ര, ഞാൻ ക്യാഷ് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 150 രൂപ അയാൾ തിരിച്ചു തന്ന് ഈ സാധനം അവിടെ കൊടുത്തിട്ട് പോന്നു ഞാൻ. അത് എന്റെ ഒരു മടി കാരണം ഞാൻ അത് അവിടെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഞാനത് സംസാരിക്കാതെ പോരുകയാണെങ്കിൽ അവരതിൽ ബാക്കി ഇനിയും ഒരുപാട് പീസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അവരത് എന്ത് ചെയ്യും? ഇനിയിപ്പൊ അടുത്ത ഷോ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ കുട്ടികളാണ് കുട്ടികൾക്ക് കഴിക്കാൻ അത് വാങ്ങി കൊടുക്കണമെങ്കിൽ കുട്ടികൾക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ല. എന്ത് കിട്ടിയാലും അവര് കഴിക്കും, പാവങ്ങൾ അല്ലേ. അവർക്ക് അറിയോ ഇതിന്റെ ടേസ്റ്റ് ഇതാന്നുള്ളത്? അവരത് വാങ്ങി കഴിക്കും. എന്തായാലും കുട്ടികളെ വയറ് കേടാവും, അവരായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടണം, അത് ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും കണ്ടത് ആ സ്പോട്ടിൽ പറയാതിരുന്നാൽ അതും ഒരുതരം മടി തന്നെയാണ് അല്ലേ. പറയാൻ ശ്രമിച്ചില്ലെങ്കിൽ അതൊരു മടിയല്ലേ. അപ്പൊ എന്ത് കാര്യങ്ങളും കാണുമ്പോൾ അതൊന്നും നിങ്ങൾ പറയാൻ ശ്രമിക്കാന്നുള്ളത്. പിന്നെ ഞാൻ പറയാൻ പോണത് കുറച്ച് ജാപ്പനീസ് വാക്കുകളാട്ടാ. ഒരു 6-7 പോയിന്റ് പറയണം. ഒന്ന് കൈസൺ ടെക്നിക്ക് എന്ന് പറയണത്. അതായത് കൈസൺ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ഇപ്പം ഇറ്റ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ത്രൂ ഓൾ ഇൻക്രിമെന്റൽ സ്റ്റെപ്സ്. അതായത് ചേഞ്ച് ദ ബെറ്റർ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളെ ഒന്നും കൂടി ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു വലിയ ഗോള് നമുക്ക് നേടണം എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വലിയ ഗോള് നേടണമെങ്കിൽ നമ്മൾ അതിനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി ഓരോ സ്റ്റെപ്പ് നമുക്ക് അച്ചീവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഓരോ സ്റ്റെപ്പ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക അല്ലെ. നമ്മളിപ്പോ ഓരോ ടാസ്ക് എടുക്കുമ്പോഴും നമ്മൾ അതിനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോവുക അല്ലെ. അതിന് അത്രയും അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ഇക്കിഗായി. അതായത് ഡിസ്കവർ യുവർ ഓൺ പർപ്പസ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ടായിരിക്കാം അല്ലെ. നമ്മളെ ജീവിതം എപ്പോഴും ഒരു മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക, ഒരു അർത്ഥപൂർണമായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അതിൽ 4 എലമെന്റ്സ് പറയുന്നുണ്ട്. അതായത് വാട്ട് വി ലവ്, വാട്ട് വി ആർ ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് വി ക്യാൻ ബി പെയ്ഡ് ഫോർ. നമ്മൾ ഈ ഒരു എലമെന്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെ. കാണില്ല എന്താ മെസ്സേജ് ഇട്ടിരിക്കുന്നത്? ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചു. യെസ്, അങ്ങനെ തന്നെ ശ്രമിക്കുന്നേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അല്ലെ. നമുക്കിപ്പോ നമ്മളെ സേഫ് സാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാറുണ്ട്, ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാതൃകയാക്കാൻ നമ്മൾ ശ്രമിക്കണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് പോകണം എന്നൊക്കെ പറയണ പോലെ ലോകത്തിന് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോവാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരം നമ്മൾ അതിനെ തരംതിരിക്കും. ഇപ്പൊ നമുക്ക് ഓഫീസിലൊക്കെ ഒരുപാട് വർക്കുകൾ ഉണ്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ കൂടി ഒരൊറ്റ ട്രിപ്പായിട്ട് നമ്മൾ എങ്ങനെ ചെയ്ത് തീർക്കും എന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമുക്ക് അവിടെ ഒരു മടി വരാം അല്ലെ. അപ്പോഴും നമ്മൾ അതൊന്ന് നീട്ടി വെക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു നേരം ഒരു 25 മിനിറ്റ് നമ്മൾ ആ കാര്യങ്ങളൊന്ന് ചെയ്യാം. ആ കാര്യങ്ങളെ നമ്മളൊന്ന് തരംതിരിച്ച് വെച്ചിട്ട് 25 മിനിറ്റ് ഒരു കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് റീചാർജ് ആവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 25 മിനിറ്റും കൂടി നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മടീനെ കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മടി കാണിക്കാറുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് ഒരുപാട് മടി വരാറുണ്ട്. നമ്മൾ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മടി കാണിക്കാറുണ്ട്.
നമ്മൾ അതിലൊക്കെ ഓരോ പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെ ഒക്കെ നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം. അത് ലാസ്റ്റ് നമ്മളൊക്കെ കൂടി ഇങ്ങോട്ട് ഭാരം കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അത് അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്തു വെക്കും. നമുക്ക് എന്തായാലും ഓഫീസ് ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും വഴക്ക് വെക്കും, ഉറപ്പാണ്. അല്ലെ, അവർ പറയുന്ന സമയ പരിമിതിക്കുള്ളിൽ നമ്മൾ അത് ചെയ്ത് തീർക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ള. അതുപോലെ തന്നെ ഒരു എക്സാം ആയ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ പറയും നിത്യേന എഴുതി തരുന്ന കാര്യങ്ങൾ അന്നന്ന് എഴുതി തരുന്നത് അന്നന്ന് പഠിക്കണം എന്ന് പറയും. പക്ഷെ കുട്ടികളൊന്നും ഒരിക്കലും അത് ചെയ്യാറില്ല. എല്ലാവരും എന്ത് ചെയ്യും? അത് ഇനി നാളെ പഠിക്കാം, അത്രയല്ലേ ഉള്ളൂ, ആകെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, നാളെ പഠിക്കാം. നാളെ ആകുമ്പോ വീണ്ടും ഒരു 5 ക്വസ്റ്റ്യൻ കൊടുത്താൽ അപ്പൊ എന്താ വിചാരിക്കുക? 10 ക്വസ്റ്റ്യൻ ആയില്ല. ഈ 5 ക്വസ്റ്റ്യൻ പഠിക്കാത്ത ആള് 10 ക്വസ്റ്റ്യൻ പഠിക്കുവോ? ഇല്ല. അപ്പോഴും അവരത് നീട്ടിവെക്കും. അങ്ങനെ അതും ഒരു മടിയുടെ ലക്ഷണമാണ്. അങ്ങനെ അത് നീട്ടിക്കൊണ്ട് പരീക്ഷയുടെ തലേ ദിവസമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബുക്ക് കണ്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ പഠിക്കുക, ഏത് ഭാഗത്തുനിന്നൊക്കെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, നമ്മൾ എന്താ പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ചിന്ത. അപ്പൊ അതിലും നല്ലത് നമ്മൾ നമ്മളെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അന്നന്ന് ചെയ്യണ കാര്യങ്ങളൊക്കെ അന്നന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മടി മാറാൻ വേറൊരു കാര്യം കൂടി, ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എനർജി ഇല്ലെങ്കിൽ, അല്ലെ, നമ്മള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുട്ടികൾ സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, അല്ലെ. ആ സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ ചെന്നിരുന്നാല് അവർക്കൊരു അലസത വരും, ഒരു ക്ഷീണം വരും. അപ്പൊ അവർക്ക് എന്താവും? അവിടെയും ഒരു മടിയാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? രാവിലെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ ജോലിക്കായാലും സ്കൂളിലേക്കായാലും നമ്മൾ ഇറങ്ങാൻ. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല? മടി ഉണ്ടാവില്ല, നമുക്കൊരു അലസത ഉണ്ടാവില്ല. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നല്ല അറ്റൻഷനോട് കൂടി കേൾക്കാനും നമുക്കത് പഠിക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിലായാലും നമ്മൾ എന്ത് ജോലികൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു ടൈം ക്രമീകരിച്ച് വെക്കുക, അല്ലെ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇത്ര മണിക്കൂറിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിയണം, ഇത്ര മണിക്ക് ഞാൻ കഴിക്കണം എന്നുള്ള നമ്മൾ തീരുമാനമെടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മടി വരില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ടൈമിന് ഇതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മടി വരാൻ ഇല്ല. അപ്പൊ നമ്മൾ ആ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് മടിയെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് കിട്ടായിരുന്നു. ഇനി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടാ, ഒന്നും തോന്നരുത്. ഓക്കെ ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പം ഒരുപാട് പറയാനുള്ള ടോപ്പിക് ആണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ സിന്ധു മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലും ഉള്ളവർക്ക് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ പറയാം. സിന്ധു മാമിന്റെ ക്ലാസ്സിനുള്ള ഫീഡ്ബാക്ക് ആണെങ്കിലും മടിയെ കുറിച്ച് നിങ്ങൾക്ക്, അതായത് ലേസിനെസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പം ആരാണ് പറയാൻ വരുന്നത്? ആർക്കും പറയാനില്ലേ ഒന്നും? ഫീഡ്ബാക്ക് പറയാനുള്ള മടിയാണ്. അതൊരു മടിയാണ്, സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇനി അത് മറ്റുള്ളവർക്ക് എന്തു തോന്നും, ഞാനിനി എന്താണ് പറയേണ്ടത്, ഇതൊക്കെ ഒരു മടിയാണ്, സത്യമാണ്. എന്താണ് റസാഖ് സാർ പറഞ്ഞോ? എന്തായാലും നല്ലൊരു തയ്യാറെടുപ്പല്ലോ. പറഞ്ഞോളെ ദിനേജ് പറഞ്ഞോ. ഞാൻ പറയാം. അത് തന്നെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും മുന്നോട്ട് വരാൻ ഒരു മടി ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു മടി പൊതുവെ ഉണ്ട്. കാരണം നമ്മളെ മടി എന്ന് വെച്ചൊരു മെയിൻ ലക്ഷ്യബോധം ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു മടി കാണാം. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് ലൈഫ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ഈ പറയുന്ന ലക്ഷ്യബോധത്തോടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് മടിയില്ലായിരുന്നു. ഞാൻ രാവിലെ എണീച്ച് ജോലിക്ക് പോയിരുന്നു. 4 മണിക്ക് എണീച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിൽ പോവും, ഓഫീസിൽ വർക്ക് ചെയ്യും, അതിനുശേഷം ഫീൽഡ് വർക്ക് ചെയ്യും, പിന്നെയും രാത്രി പോസ്റ്റ് ഒട്ടിക്കാൻ പോകും. അങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ്. പിന്നെ ഞാനൊരു കുറച്ച് ശേഷം പിന്നെ ലക്ഷ്യമില്ലാത്ത അവസ്ഥയിലോട്ട് പോയി. പിന്നെ എന്ത് ചെയ്യാനാണെങ്കിലും പിന്നെ ചെയ്യാം, നമുക്കൊരു ഇന്റൻഷൻ വരുന്നില്ല, നമുക്ക് ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വരുന്നില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെ എത്തണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. മടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്യബോധം ഇല്ലാതിരിക്കുമ്പോഴാണ് മടി നമുക്ക് വരുന്നത്. അപ്പൊ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഒരു ഊർജം കാണും, മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ
വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ ഒരു മടി ഉണ്ടാവും. അതുപോലെ എന്റെ വേറൊരു പ്രശ്നം വെച്ചാൽ ഞാൻ ഈ മീറ്റിംഗ് എനിക്കുണ്ടായിരുന്നു, ഡെയിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ. അപ്പൊ ഞാൻ മീറ്റിംഗ് എടുത്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, മന്ത്ലി മീറ്റിംഗ് മാത്രം ജോയിൻ ചെയ്താൽ മതി. മീറ്റിംഗ് ടോപ്പിക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിങ്ങനെ മീറ്റിംഗ് പറയാറില്ല അങ്ങനെ. അങ്ങനെ മന്ത്ലി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മന്ത്ലി മീറ്റിംഗ് എടുക്കുമ്പോൾ ഞാൻ ഒരു 1 മന്ത് മീറ്റിംഗ് എടുക്കാതെ മീറ്റിങ്ങിലോട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഡെയിലി മീറ്റിംഗിൽ കയറാറുണ്ട്. അപ്പൊ ഡെയിലി മീറ്റിംഗ് കയറുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ വരുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് മടി വരത്തില്ല എന്നുള്ളതാണ്. മടി വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലക്ഷ്യബോധം ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ സിന്ധു മാമിന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ നല്ല ടോപ്പിക്കാണ്. ലേസ്നെസ് ആണ്. മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അത് പലർക്കും പല പല വേവ് ലെങ്തിലായിരിക്കും. അപ്പം പറയാവുന്നതിന്റെ പരമാവധി പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ പല പോയിന്റുകളും പല ടെക്നിക്സുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പം സിന്ധു മാം നല്ലൊരു ടോപ്പിക് തന്നെ പറഞ്ഞ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ധനുജ് സർ. റസാഖ് സർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞോളാം, പ്രീത പറഞ്ഞോളാം. പ്രീത. ഓക്കെ, പ്രീത മാം. മാജിക് മോർണിംഗ് ഓൾ. സിന്ധുജി, നല്ലൊരു ടോപ്പിക്, നല്ലൊരു ക്ലാസ്. കുറച്ച് സമയം കൊണ്ടായാലും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ഈ മടി എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ പോലെ എല്ലാ ആളുകൾക്കും ഉള്ളത് തന്നെയാണ്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ചില ആളുകൾ സക്സസ് ആയിരിക്കും. ചില ആളുകൾക്ക് അതൊരു മടി ഇല്ലാതെ തന്നെ അവർ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ. എക്സാമ്പിൾ നമ്മുടെ ബഷീർ സാറിനെ പോലെ, റസാഖ് സാറിനെ പോലെ, മണി സാറിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ കേട്ടോ. അപ്പോ നമുക്ക് ഈ മടി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കാലത്ത് എണീക്കാൻ ഉള്ളൊരു മടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മുടെ ബി മാജിക്കിൽ ജോയിൻ ചെയ്തിട്ടും ഇപ്പോഴും ആളുകൾ വരാത്തതും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അവർക്ക്, അതായത് ഇപ്പൊ നമുക്കായാലും കാലത്ത് നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. പക്ഷെ അവരത് മാറ്റി വെച്ചിട്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു. അതില് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഇത് തുറന്നു തന്നിരിക്കുന്നത് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ഇല്ലായ്മ. അതാണ്, നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് കോൺഫിഡന്റോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മടിയുടെ ആവശ്യമില്ല. അത് ക്ലിയർ ആയിട്ട് അത് ചെയ്യും. ഇപ്പൊ തിയേറ്ററിലത്തെ കാര്യം സിന്ധുജി പറഞ്ഞല്ലോ, അത് സിന്ധുജി അത് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികള് ഇപ്പൊ സാധാരണക്കാരായിരിക്കും മിക്കവാറും അവിടെ എത്തുക. അവിടെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കുമ്പോൾ നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് ഇതേപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ, പക്ഷെ ഏത് ഭാഗത്തു നിന്നാണ് വന്നെന്നുള്ളത് അറിയില്ല, ഏത് ഭാഗത്തു നിന്നാണ് അത് സംഭവിച്ചെന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ള ഒരു കാര്യം, അത് എനിക്കുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്ത് കണ്ടാലും അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കും. ഓക്കെ, നല്ലൊരു ക്ലാസ് ആണ് സിന്ധുജി. നല്ല ഒരു ടോപ്പിക് എടുത്തതും അതുപോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു പ്രീത മാം, മാം. റസാഖ് സർ പറഞ്ഞോളൂ. സിന്ധു മാം പറഞ്ഞത് 1-2 വിഷയം ഞാൻ പറയാം. അതായത് നമുക്കൊരു ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് സിന്ധു മാമിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് കുറെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടന്നിട്ടില്ല. നടക്കാത്ത എന്താ അറിയോ, എനിക്ക് ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല. എനിക്ക് കാണേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കകം ഞാൻ അവിടെ വിളിച്ചിട്ട് എത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എല്ലാ സംഭവവും അത്ര തന്നെയാണ്. ഇപ്പൊ ബി മാജിക്കിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിനു മുമ്പ് ബി മാജിക് ആ കൊറോണ കാലത്തൊക്കെ 1000-ലധികം ആളുകൾ ഒരൊറ്റ സെക്ഷനിൽ തന്നെ 160 പേര് പങ്കെടുത്ത ഇത് നമുക്കറിയാം. നമ്മളിത് ലീഡ് ചെയ്തതാണ്. 160 പേരൊക്കെ ഉള്ള ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്ത അന്നേരം 160 പേര് പങ്കെടുത്തിട്ട് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകൾ പങ്കെടുത്ത ബി മാജിക് ആണ് ഇപ്പോൾ ഈ 20 ആളും 10 ആളായിട്ട് നിൽക്കുന്നത്. കാരണം എന്താ, അവർക്ക് ആഗ്രഹമുണ്ട് രാവിലെ എണീക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും. അതുപോലെ തന്നെ ഈ സിന്ധുമ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട പ്രവർത്തികൾ എന്താണെന്നുള്ള ടു ഡു ലിസ്റ്റ് എഴുതാനൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം നമുക്ക് ആവശ്യമുള്ള ആളുടെ ടു ഡു ലിസ്റ്റിൽ എഴുതില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് എനിക്ക് ആവശ്യമാണ് എന്നാണ് ടു ഡു ലിസ്റ്റിൽ എഴുതല്. ആവശ്യമുള്ള കാര്യം മാത്രമേ ടു ഡു ലിസ്റ്റിൽ വരുള്ളൂ. ആഗ്രഹമുള്ള കാര്യം ടു ഡു ലിസ്റ്റിൽ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ആവശ്യമാണ്, എനിക്ക് വേണം.
ഞാൻ നന്നാകണം, എനിക്ക് മാറ്റം വേണം എന്ന ആവശ്യം വരുമ്പോഴാണ് എല്ലാവരും വരേണ്ടത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കാരണം ഇപ്പൊ സിന്ധു മാം പ്രതികരിച്ചത്, സിന്ധു മാം അല്ല അവിടെ പ്രതികരിച്ചത്, മറിച്ച് ഒരു അംഗൻവാടി ടീച്ചറാണ് അവിടെ പ്രതികരിച്ചത്. കാരണം അവിടെ ആവശ്യമായിരുന്നു, അത് ആവശ്യമാണ്. കാരണം പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ. അല്ലെങ്കിൽ പ്രതികരിക്കില്ല, ഞാനാണെങ്കിൽ പ്രതികരിക്കില്ല. അത് അവരെ വിൽക്കാതിരിക്കുക, എന്തോ ആവട്ടെ, നമുക്ക് എന്താ എന്ന് ചിന്തിക്കും. നേരെ മറിച്ച് അവിടെ സിന്ധുമാൻ ചിന്തിച്ചത്, ഇത് ഞാനൊരു അംഗൻവാടി, ഒരുപാട് കുട്ടികളെ സംരക്ഷിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ് അവിടെ പ്രതികരിക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ആവശ്യമാണ്, നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വരും. നിർബന്ധമായിട്ടും പോയിട്ടും നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവും, നിർബന്ധമായിട്ടും രാവിലെ എണീറ്റിട്ടുണ്ടാവും. ഒരാളും വിളിക്കേണ്ട ആവശ്യം വരില്ല, ഒരാളെ മോട്ടിവേഷനും നമുക്ക് ആവശ്യം വരില്ല. കാരണം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കും. എന്താ സിർസാർ വരാത്ത, എന്താ മുഫീദാനൊന്ന് കാണാനില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കും. കാരണം നമുക്കിത് ആവശ്യമാണ്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വരും. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിന്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് പറയാണ്. താങ്ക് യു. അതുപോലെ താങ്ക് തന്നെ യു ഡോക്ടർ. സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ കുടുംബത്തിൽ എത്ര ജോലി ചെയ്താലും തീരില്ല. എന്നാ ജോലിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ ജോലി ചെയ്താലും തീരാത്തെന്ന് പറയാം? എന്തെങ്കിലും ഒന്ന് ചെയ്യും, എവിടെയെങ്കിലും കുറച്ചു നേരം പോയിരിക്കും, പിന്നെ വന്ന് കുറച്ച് ചെയ്യും, പിന്നെ എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരിക്കും, അല്ലെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും. അപ്പൊ അവിടെയൊക്കെ ഒരു തരം മടിയാണ്. പിന്നെ അതല്ല, നമുക്ക് ഇത്ര മണിക്കൂറിൽ നമ്മളെ കാര്യങ്ങൾ തീർക്കണം ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ നമ്മളത് തീർത്തിക്കും. ജോലിക്കൊക്കെ പോണവര് 8 മണിക്ക് പോണവരില്ലേ, 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണവരില്ലേ, 7 മണിക്ക് പോണവരില്ലേ, അവരവരെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടല്ലേ പോകുണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ആവശ്യമാണ്, നമുക്ക് ജോലിക്ക് പോകണം, ഇത്ര മണിക്ക് അവിടെ എത്തണം. ആ ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് നീരുമ്പോൾ പോകും. പക്ഷെ വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലാത്ത ഈ അടുക്കളപ്പണി മാത്രമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ചെയ്യാം അങ്ങനെ വരുമ്പോ അവരെ എപ്പോഴാ പിന്നെ ഭക്ഷണം കഴിക്കാന്നറിയോ? 3 മണി, 2:30 മണി, 2 മണിയൊക്കെ ആവും ഭക്ഷണം കഴിക്കണമെങ്കിൽ. വിശപ്പ് ഉണ്ടെങ്കിൽ കൂടി, വിശന്നാ കൂടി എന്ത് ചെയ്യണം, തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ എവിടെയെങ്കിലൊക്കെ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് ചുറ്റിത്തിരിഞ്ഞ ആളോടൊന്ന് സംസാരിച്ച് അങ്ങനെ ആകുമ്പോ നമ്മളെ ടൈം കൂടെ പോവും, നമ്മളെ ജോലി തീരൂല്ല. ഇതാണ്, നമുക്ക് എന്തിനും ഒരു ചിട്ടപ്പെടുത്തൽ ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പോകും. ഓക്കെ. ഓക്കെ സിന്ധു മാം. മണി സർ. മണി സർ, ഹലോ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കേൾക്കാമോ? കേൾക്കാം. മാജിക് മോർണിംഗ് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ലേസിനെസ് എന്നുള്ളതാണ്. ഇപ്പം ഫിയർ ഓഫ് ഫെയിലിയർ, കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ പ്രോകാസ്റ്റിനേഷൻ, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പോയിന്റുകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൈസനും ഐക്കിഗായി മുതലായിട്ടുള്ള ജാപ്പനീസ് ടെക്നിക്സും, അതുപോലെ തന്നെ നമുക്കൊരു ആവശ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നീഡ്, അതുപോലെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാകുക, പിന്നെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ മറികടക്കാം എന്നുള്ള വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പാർട്ടായിട്ട് കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോന്നും അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇപ്പൊ എന്ത് കാര്യമായാലും ശരി, കട്ടായി പോണു മനസ്സാറേ. അത് ആ ഒരു കാര്യം ശരി, ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒരു എനർജിയോട് കൂടിയിട്ട് നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വീട്ടിലായാലും ശരി, നമ്മുടെ ഓഫീസിലായാലും ശരി, അത് മറികടക്കാൻ എങ്ങനെ വേണം. നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ അതിന് നല്ല എനർജി വരാൻ വേണ്ടി നല്ല ഫുഡ് കഴിക്കുക, പിന്നെ ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ വെച്ച് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഈ 5 സെക്കൻഡ്, സേഫ് സാർ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. ഈ 5 സെക്കൻഡ് റൂൾ ഉണ്ട് മെൽ റോബിൻസിന്റെ. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും നല്ല പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് യു മണി സർ. അപ്പം ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ, നമുക്ക് ടൈം ഉണ്ട്. മാജിക് മോർണിംഗ് എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു സിന്ധു മാഡം. എന്താണ്, ഞാൻ ഈ മടീനെ പറ്റി ആലോചിച്ചപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സാധനമാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മൾ എണീക്കുന്ന സമയത്ത് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് എണീക്കാനുള്ള മടി തോന്നും. അപ്പോ നാളേക്കാവട്ടെ, ഇനിയിപ്പോ കുഴപ്പമില്ല,
പക്ഷെ എന്നുള്ള ചിന്ത ചിലപ്പോൾ സമയത്ത് വരാറുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ ചില ദിവസം രാത്രി തലേദിവസം രാത്രി നമ്മള് നാളെ എന്തായാലും നേരത്തെ എണീച്ചേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഒന്ന് നാളെ മറ്റേ പ്രവീണ മാഡത്തിന്റെ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഓസിൻ സാറിന്റെ ടോപ്പിക് ആണ്. അപ്പൊ പെട്ടെന്നൊരു സ്പാർക്ക് വരും തലേദിവസം കിടക്കുമ്പോൾ തന്നെ. അപ്പൊ രാവിലെ അറിയാതെ തന്നെ മീൻസ് അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ എണീച്ച് വരാറുണ്ട്. അപ്പൊ അതാണ് നമുക്കൊരു ആവശ്യമാണെന്നുള്ളൊരു തോന്നല്. ഇപ്പൊ നേരത്തെ റഫീഖ് പറഞ്ഞ പോലെ നീഡാണ്, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ. ആവശ്യമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. നമ്മളിപ്പോ എവിടേക്കും ടൂർ പോകണം അല്ലെങ്കിൽ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അലാറത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഹ്യൂമൻ ക്ലോക്ക്, നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ തന്നെ എണീച്ചോളും. അതൊരു എന്താ മനുഷ്യന്റെ ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. അത് നമ്മള് ആവശ്യം നമ്മുടെ ഉള്ളില് തോന്നാത്തിടത്തോളം നമ്മള് മടി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്ത് അയക്കാനുണ്ട്. അത് മെല്ലെ മതി എന്നുള്ളൊരു തോന്നലിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അതാണെങ്കിൽ ചെയ്യാനാണെങ്കിൽ അറുബോറൻ ഒരു ഡാറ്റയാണ്. നമ്മള് എന്താണ് ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 1 മണിക്കൂറിൽ ചെയ്തു തീർക്കേണ്ട കാര്യമായിരുന്നു. അത് ഞാൻ ചെയ്തു തീർത്ത ഏകദേശം 2 ദിവസം കൊണ്ടാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അറുബോറൻ, നമുക്ക് ഒരു താല്പര്യമില്ലാത്തൊരു ഡാറ്റ ഇങ്ങനെ എൻ്റർ ചെയ്ത് നമുക്ക് ആ സമയത്ത് കുറച്ചു നേരം ഫോൺ നോക്കും, പിന്നെ കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും കാണും. അങ്ങനെ പിന്നെ പിന്നെ ദിവസം പറഞ്ഞു, ഓഫീസ് പറഞ്ഞു ആ ഡാറ്റ എവിടെ പെട്ടെന്ന് എടുക്കുക. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ അത് ഓൺ ദ വേ ആണ്. അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് അതിനൊരു എന്താ പറയാ, ആ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിൽ ഒരു എന്തിനാ ചെയ്യുന്നത് ആ ഒരു തോന്നൽ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രോക്രാസ്റ്റിനേഷൻ ഇങ്ങനെ കയറി വരും. പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ട് നമ്മളത് ഫിനിഷ് ചെയ്യാനും അല്ലെങ്കിൽ അതൊരു എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അതന്നെയാണ് പ്രധാനമായിട്ടും നമ്മള് എന്താണോ താല്പര്യം അതിനൊരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിനൊരു എന്താണ് ആ ഒരു മടിയെല്ലാം മാറിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് സിന്ധു മാഡത്തിന്റെ ആ ഒരു ടോപ്പിക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. എനിവേ താങ്ക് യു. ഓക്കേ. ഷീബ ഉണ്ടല്ലോ, ഷീബക്ക് എന്താന്ന് പറഞ്ഞാല് ക്യാമറ ഷീബ ഓൺ ആക്കി. കുട്ടിയാണ് ഷീബ. ഷീബക്കുട്ടി ഷീബക്കുട്ടി ഒന്ന് പറഞ്ഞോളൂ. ഷീബ ബിമാജിക്കിന്റെ ഒരു ഇത് പറയാം, എന്താണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്, ബിമാജിക്കിന്റെ നിയമം. ഫീഡ്ബാക്ക് വരാൻ അറിയില്ലെങ്കിൽ. ഫീഡ്ബാക്ക് പറയും. ഷീബ. ഓക്കെ, ഫൈൻ. താങ്ക് യു സുജിത് സർ. ദിവ്യ മാം. ഹലോ. ഹായ്. മാജിക് മോർണിംഗ് സിന്ധു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ക്ലാസ്. എന്താ പറയാ, എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മടി എന്ന് പറയുന്നത്. അപ്പോ മിക്കപ്പോഴും നമ്മൾ വിചാരിക്കും മടി മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരവസ്ഥ, അതാണ് ഈ മടിയിലേക്ക് പോകുന്നത്. സിന്ധു മാമിന് ഞാൻ കാണുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പെർസിസ്റ്റൻസ് ഉള്ളൊരു വ്യക്തിയാണ് തോന്നിയിട്ടുണ്ട്. പെർസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ സ്ഥിരോത്സാഹം. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ കാര്യത്തിന് എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ആ മടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോ മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ആ കാര്യത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനനുസരിച്ചിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് മടി വരാറുണ്ട്. ഇത്ര ദിവസം പണിയെടുത്തു, ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലിരിക്കാം. സ്പെഷ്യലി സോഷ്യൽ മീഡിയ, നമുക്ക് ഒരുപക്ഷെ ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരിക്കുമ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ നീണ്ടുപോകും. അപ്പൊ അതും എന്താ പറയാ നമ്മുടെ ഒരു മടിക്കുള്ള ഒരു കാരണമാണ്. അപ്പോ പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് ടൈം ഷെഡ്യൂൾ നമ്മൾ എഴുതി വെക്കുക. ഇന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര സമയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ സമയം എഴുതി വെക്കുക. ഇന്ന സമയത്ത് ഞാൻ ഈ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മളുടെ മൈൻഡ് പറയുമോ ഇത്ര സമയമായി, യു ഹാവ് ടു ഡു ദാറ്റ് എന്ന് നമ്മളുടെ മനസ്സ് തന്നെ പറയും. അപ്പോ അത് ഒരു ഇതാണ്. പിന്നെ മണി സർ പറഞ്ഞ പോലെ 5 സെക്കൻഡ് റൂൾ, അത് നല്ലൊരു എന്താണ് ഇതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം വിത്തിൻ 5 സെക്കൻഡ് പെട്ടെന്ന് എനിക്ക് സമയമായി.
അപ്പൊ മടി എന്നുള്ള കാര്യം ചിന്തിക്കാനുള്ള നമുക്ക് സമയം അതിന് കൊടുക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചെയ്യും. അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരവും ബോഡിയും ഒക്കെ ഒന്ന് മൂവ്മെന്റ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആവുകയും മടിയെ കുറയ്ക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അതുപോലെ സിന്ധു മാം പറഞ്ഞ പോലെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, എന്താ പറയാ, ധൈര്യത്തോട് കൂടിയിട്ട് ചെയ്യുക, റെസിലിയൻസ് ആയിട്ട് ചെയ്യുക. അപ്പോ പലപ്പോഴും എനിക്ക് എന്താ പറയാ ധൈര്യം ഉണ്ടാവാറില്ല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും. സിന്ധു മാം പറഞ്ഞ പോലെ തിയേറ്ററിൽ ധൈര്യത്തോടു കൂടി പലരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും അത് പുറത്തു നിന്ന് ധൈര്യത്തോടു കൂടി ആ കാര്യത്തെ പ്രകടിപ്പിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തത്, ആ ഒരു കാര്യമാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം പലർക്കും പല കാര്യങ്ങൾ അറിയെങ്കിൽ കൂടി മുന്നോട്ട് വരാനായിട്ട് മടിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സിന്ധു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ സിനിമ ടാക്കീസിലെ കാര്യം കഴിഞ്ഞ് വന്നപ്പോ എന്റെ മരുമണിനോടേക്ക്, അമ്മ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇങ്ങനെ സംസാരിക്കുവോ? അപ്പൊ ഞാൻ പറഞ്ഞു, ആ കാര്യങ്ങൾ പറയേണ്ടടുത്ത് നമ്മൾ പറയണ്ടേ. അത് ഞാൻ മിണ്ടാതെ പോന്നു കഴിഞ്ഞാൽ നാളെ ഇത് തന്നെയാണ് അവർ ആവർത്തിക്കുക. നമ്മളവിടെ ഫോട്ടോ കൂടി എടുത്താൽ മതിയായിരുന്നു. അവരെന്ത് പേടിപ്പിക്കാൻ ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മോളെ കാല് പിടിക്കാൻ പറ്റൂര് വന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ അത് കണ്ട് ഒഴിവാക്കി വിട്ട്. ഇനി മേലാതെ അവർ ആവർത്തിക്കില്ല എന്ന് വിശ്വസിക്കാം. ഇനി നമ്മൾ വാങ്ങിക്കുമ്പോ ഇനി നമ്മൾ നോക്കും. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ആളുകൾ ഇപ്പം 14 ആളുകളായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത് സിന്ധു മാം? വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, ഒരു നീറ്റ് വേണം, നമുക്കൊരു ലക്ഷ്യം വേണം. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി പോണ സമയത്ത് നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരു നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് അതൊരു ലക്ഷ്യമാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ പോവുക, നമുക്ക് സ്ഥലവും പെരുവഴിയൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ വഴികളൊക്കെ തെറ്റിപ്പോവും. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കൊരു ആവശ്യം വേണം, നമുക്കൊരു ആഗ്രഹം വേണം, നമുക്കൊരു ലക്ഷ്യം വേണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതെല്ലാ കാര്യങ്ങളും കറക്റ്റ്. അതുപോലെ നമുക്കൊരു ടൈം മാനേജ്മെന്റ് വേണം, എല്ലാ കാര്യത്തിനും ഒരു അറ്റൻഷൻ വേണം. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മടിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പം നമുക്ക് ഇന്ന് നല്ല രീതിയിൽ തന്നെ ലേസിനെസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? സിന്ധു മാം ആണെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞവരാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുള്ള സിന്ധു മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. Thank you, Sindhu ma'am. Thank you all. Thank you, thank you all. Thank you. Thank you.